We welcome you, Holy Spirit. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങളെ സ്വാഗതം ചെയ്യുന്നു യേശുപ്പ. We welcome you, Holy Spirit. അങ്ങ് ഞങ്ങളിലുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വർഷിപ്പ് ചെയ്യുമ്പോൾ, ഞങ്ങൾ പാടുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേലുണ്ട്. ഞങ്ങൾ അങ്ങയെ വെൽക്കം ചെയ്യുന്നു യേശുപ്പ. ഞങ്ങൾ ആ ഹോളി സ്പിരിറ്റിനെ വെൽക്കം ചെയ്യുന്നു. We need your presence, Jesus. Oh Jesus, അങ്ങ് ഞങ്ങളുടെ കംഫർട്ടറാണ്, അങ്ങ് ഞങ്ങളുടെ കൗൺസിലറാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. We need your presence, Jesus. We need your Holy Spirit. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. You're the living water, never dying fountain, comforter and counselor. Take complete control. You're the living water, never dying fountain, comforter and counselor. Take complete control. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. You're the living water, never dying fountain, comforter and counselor. Take complete control. Yeshua, you're the living water, never dying fountain, oh comforter and counselor. Oh, take complete control. പരിശുദ്ധാത്മാവൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ ഓ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ ഓ കൂടെ വേണം. പരിശുദ്ധാത്മാവേ
ദൈവാത്മാവേ എന്നിൽ വസിക്കും നല്ല ആത്മാവേ എന്നെ നടത്തും ദൈവാത്മാവേ ഓ എന്നോട് മിണ്ടും എൻ കൂടെ ഇരിക്കും ഓ എന്നോട് മിണ്ടും എൻ കൂടെ ഇരിക്കും നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഓ കൂട്ടായ്മ വേണം പരിശുദ്ധാത്മാവേ ഓ കാവൽ വേണം പരിശുദ്ധാത്മാവിൻ ഓ കൂടെ വേണം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം പരിശുദ്ധാത്മാവേ ഓ കാവൽ വേണം പരിശുദ്ധാത്മാവേ ഓ കൂടെ വേണം പരിശുദ്ധാത്മാവേ ഓ എന്നിൽ വസിക്കും നല്ല ആത്മാവേ എന്നെ നടത്തും ദൈവാത്മാ ഓ എന്നിൽ വസിക്കും നല്ല ആത്മാവേ ഓ എന്നെ നടത്തും ദൈവാത്മാവേ ഓ എന്നോട് മിണ്ടും എൻ കൂടെ ഇരിക്കും ഓ എന്നോട് മിണ്ടും എൻ കൂടെ ഇരിക്കും നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഓ കൂട്ടായ്മ വേണം. ഈ വർഷിപ്പ് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് പരിശുദ്ധാത്മാവിൽ ഒരു കൂട്ടായ്മ വേണം. നിങ്ങളുടെ ഓരോ സ്റ്റെപ്പ് പോകുമ്പോഴും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയില്ലാതെ നിങ്ങൾക്കത് സാധിക്കത്തില്ല. ഓ നല്ല സഖിയായി നല്ല തുണയായി നമ്മോട് കൂടെ ഇരിക്കുന്ന നമ്മളോട് മിണ്ടുന്ന ഏക ഒരു രക്ഷകൻ ഏക ഒരു കംഫർട്ടർ ഉള്ളത് പരിശുദ്ധാത്മാവാണ്. That is Holy Spirit. പരിശുദ്ധാത്മാവേ ഓ കൂട്ടായ്മ വേണം പരിശുദ്ധാത്മാവേ ഓ കാവൽ വേണം പരിശുദ്ധാത്മാവേ ഓ കൂടെ വേണം പരിശുദ്ധാത്മാവേ ഓ എന്നിൽ വസിക്കും നല്ല ആത്മാവേ എന്നെ നടത്തും ദൈവാത്മാവേ എന്നിൽ വസിക്കും നല്ല ആത്മാവേ ഓ എന്നെ നടത്തും ദൈവാത്മാവേ ഓ എന്നോട് മിണ്ടും എൻ കൂടെ ഇരിക്കും ഓ എന്നോട് മിണ്ടും എൻ കൂടെ ഇരിക്കും
നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൂട്ടായ്മ വേണം പരിശുദ്ധാത്മാവേ, ഓ കാവൽ വേണം പരിശുദ്ധാത്മാവേ, ഓ കൂടെ വേണം പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ ശബരദരേ പരിശുദ്ധാത്മാവേ, ഓ കാവൽ വേണം പരിശുദ്ധാത്മാവേ, ഓ കൂടെ വേണം പരിശുദ്ധാത്മാവേ, ഓ അങ്ങല്ലോ രാജാവ്, അങ്ങല്ലോ പിതാവ്, അങ്ങല്ലോ അങ്ങല്ലോ രാജാവ്, അങ്ങല്ലോ പിതാവ്, യേശുവേ അങ്ങല്ലോ രാജാവ്, അങ്ങല്ലോ പിതാവ്, അങ്ങല്ലോ രാജാവ്, അങ്ങല്ലോ പിതാവ്, പോലെ മറ്റാരുമില്ല, യേശുവെ പോലെ മറ്റാരുമില്ല, അങ്ങേ പോലെ മറ്റാരുമില്ല, യേശുവെ പോലെ മറ്റാരുമില്ല, അങ്ങല്ലോ രാജാവ്, അങ്ങല്ലോ പിതാവ്, യേശുവേ അങ്ങല്ലോ രാജാ, അങ്ങല്ലോ പിതാവ്, അങ്ങല്ലോ രാജാവ്, അങ്ങല്ലോ പിതാവ്, അങ്ങേ പോലെ മറ്റാരുമില്ല, യേശുവെ പോലെ മറ്റാരുമില്ല, എൻ്റെ യേശുവിനെ പോലെ മറ്റാരുമില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വ്യക്തിയെ പോലെ മറ്റാരുമില്ല. എൻ്റെ യേശുവാണ് എൻ്റെ രാജാവ്, എൻ്റെ യേശുവാണ് എൻ്റെ പിതാവ്. യേശുവേ 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 ഓ യേശുവേ 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 അങ്ങേ പോലെ മറ്റാരുമില്ല, യേശുവേ പോലെ മറ്റാരുമില്ല. Thank you, Jesus. അനുഗ്രഹിക്കപ്പെട്ട നല്ല ആരാധന സർവശക്തനായ ദൈവം നമുക്ക് നൽകി.
സത്യത്തിലും ആത്മാവിലും കർത്താവിനെ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ കൃപ ലഭിച്ചവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷമുള്ള എത്ര പേരുണ്ട്? നല്ലൊരു ആരാധന കർത്താവ് നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവർ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ബലം അനുഭവിച്ചവർ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിനായി കർത്താവിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വാസത്തോടെ ശക്തിപ്പെട്ടവർ. ആമേൻ. ആരാധനയ്ക്ക് കടന്നു വരുന്നവർ അറിയണം, ആരാധന ഒരു കെട്ടിടത്തിനകത്ത്, ഒരു മുറിക്കകത്ത് ഒരുമിച്ച് കൂടുന്നതല്ല. ഈ ഭൂമിയിൽ ആരാധന ദൈവത്തിൻ്റെ ഓഫീസാണ്. ആമേൻ. നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ഓഫീസിലാണ്. ദൈവം ഏൽപ്പിച്ച വിശ്വസ്തരായ ചിലർ അതിൻ്റെ ചുമതല വഹിക്കുവാൻ അവിടെ ആയിരിക്കും എന്നുള്ളത് സത്യമാണ്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ പ്രാണനാഥൻ നിങ്ങളെ കൊണ്ടുവന്നത്, നിങ്ങൾ വന്നതല്ല. God brought you here. ദൈവം നിങ്ങളെ കൊണ്ടുവന്നത് തമ്പുരാൻ്റെ ഓഫീസിലാണ്. ഇവിടെ ദൈവമായിട്ടുള്ള വലിയ സാന്നിധ്യത്തിൽ നമ്മൾ സന്തോഷിക്കുക. കൃപയുള്ളവരെല്ലാം വാ തുറന്ന് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. കർത്താവിനെ ആരാധിക്കുവാൻ ഒരു കെട്ടിടം മാത്രം വേണമെന്നില്ല. പുഴവക്കത്ത് ആരാധിച്ചു ലുദിയ, കാരാഗൃഹത്തിനകത്ത് ആരാധിച്ചു പൗലോസും ശീലാസും ഒക്കെ. പ്രതികൂലത്തിനകത്ത്, വേദനയ്ക്കകത്ത്, കഷ്ടതയ്ക്കകത്ത്, ശക്തമായ പീഡനങ്ങളുടെ നടുവിലൂടെ പോകുമ്പോൾ, ഒരുപാട് സങ്കടങ്ങളുടെ നടുവിൽ ശരീരം മുഴുവൻ അടിയേറ്റ് മുറിവേറ്റ് കാലുകൾ ആമത്തിൽ, കൈകൾ ചങ്ങലയ്ക്കിട്ടകത്ത് കിടക്കുമ്പോൾ ഭക്തന്മാർ ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് എത്ര നല്ല കർത്താവ് നമുക്കിങ്ങനെ ഒരു സ്വർഗീയ അവസരം തരുമ്പോൾ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ സത്യവചനത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ച് മരുഭൂമിയിലൂടെ സഞ്ചരിച്ച മോശ ഹോരേബ് പർവ്വതത്തിൻ്റെ അടിവാരത്തിലെത്തി. തന്റെ മുൻപോട്ടുള്ള യാത്ര അത് തീരുമാനിക്കുന്ന സർവശക്തനായ ദൈവമാ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ? മോശയുടെ മാതാവിൻ്റെ ഉദരത്തിനകത്ത് മോശ പിറക്കുമ്പോൾ ആ മാതാവിൻ്റെ ഉദരത്തിൽ കത്തിയൊരു ആത്മാവിൻ്റെ തീയുണ്ട്. ഇസ്രായേലിന്റെ നായകനായി ദൈവം മുന്നമേ കണ്ട മോശ ആ മോശയുടെ മുഖത്ത് കത്തിയെത്തി, അമ്മയുടെ ഉദരത്തിൽ കത്തിയെത്തി, സൂതികർമ്മങ്ങളുടെ ഹൃദയത്തിൽ കത്തിയെത്തി, ഞാങ്ങണപ്പെട്ടിക്കകത്ത് കത്തിയെത്തി, നൈൽ നദിയിൽ ആമേൻ വിഷപ്പാമ്പുകളുടെയും ക്രൂര ജന്തുക്കളുടെയും നടുവിൽ ഒരു ഞങ്ങണപ്പെട്ടിക്കകത്ത് മോശ എന്ന് പറയുന്ന കുഞ്ഞു കിടക്കുമ്പോൾ അവനിൽ കത്തിയൊരു തീ. ആ ഞങ്ങണപ്പെട്ടിക്കകത്ത് കത്തിയ ഒരു അഭിഷേകത്തിൻ്റെ തീയുണ്ട്. അവനെ സംരക്ഷിക്കുന്ന, അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ തീ. ഫറവോന്റെ മകൾ ആ ഞാങ്ങണപ്പെട്ടിക്കകത്ത് കിടക്കുന്ന മോശ കുഞ്ഞിനെ കാണുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അവളുടെ ഉള്ളിലും ആ ദൈവിക സ്പർശനമുണ്ടായെന്ന്. ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അവനെ ആ മോശം എടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ സ്വർഗത്തിൽ തമ്പുരാൻ ഫറവോന്റെ ചങ്കത്ത് കത്തിച്ചു വാത്തി. കാരണം റിജക്റ്റ് ചെയ്യാൻ പാടില്ല. സ്വന്തം മാതാവിൻ്റെ മുലപ്പാൽ കുടിച്ച കൊട്ടാരത്തിനകത്ത് മോശ വളരുവാൻ ദൈവത്തിന് പദ്ധതി. ഇന്ന് ഒരു ദൂത് വിളിച്ചു പറയുമ്പോൾ കൃപയുള്ളവർ ആരാധിക്കേണ്ടവർ ആത്മാവിൽ ആരാധിച്ചോ. കൊല്ലുമെന്ന് പറഞ്ഞ് നിയമമുണ്ടാക്കി നൈൽ നദിക്കകത്ത് ഇസ്രായേൽ ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ എറിഞ്ഞു കൊല്ലുവാൻ വിധി പ്രസ്താവിച്ച ഫറവോന്യ ശക്തികളുടെ നടുവിൽ കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ്റെ കൊട്ടാരത്തിനകത്ത് മോശയെ വളർത്തിയ ഒരു ദൈവശക്തിയുണ്ട്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ തകർക്കുമെന്ന് പറയുന്ന, ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന, മുൻപോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്നവരുടെ കൊട്ടാരത്തിനകത്ത് നിന്നെ വളർത്തിയെടുക്കുന്ന, ഉയർത്തിയെടുക്കുന്ന ഒരു ദൈവ ശക്തിയുണ്ട്, ഒരു ദൈവിക നിയോഗമുണ്ട്.
ഹോരേബിന്റെ താഴെ വന്ന് നിൽക്കുക മോശ. ഹോരേബിലെ മുൾപ്പടർപ്പിൽ മോശ ഒരു തീ കണ്ടു. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. മുൾപ്പടർപ്പിൽ കത്തുന്ന തീ. മുള്ള ഭൂതലത്തിൽ പ്രത്യക്ഷമായത് എങ്ങനെയാ? ആദ്യ ഭൂമിയിൽ മുള്ളില്ലായിരുന്നു. ഏദൻ പൂങ്കാവനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ സ്നേഹലംഘനത്തിൻ്റെ, കൽപ്പനാ ലംഘനത്തിൻ്റെ, കൽപ്പനാ തിരസ്കാരത്തിൻ്റെ ചോര പൊടിയുന്ന ജൈവശേഷിപ്പാണ് ഈ മുള്ളെന്ന് പറയുന്നത്, മുൾപ്പടർപ്പെന്ന് പറയുന്നത്. പാപം ചെയ്ത മനുഷ്യൻ ചവിട്ടി നിന്ന മണ്ണിനെ മുള്ളുകൊണ്ട് ദൈവം നിറച്ചു. അന്ന് തൊട്ടിന്ന് വരെ നരകുല സാഗരത്തിൻ്റെ ഊടുവഴികളിലെ ചടുല നടകളിൽ മുഴുവൻ മുള്ളിങ്ങനെ ഒളിഞ്ഞും പതുങ്ങിയും അങ്ങനെ പാത്തും പതുങ്ങിയും ഒക്കെ അങ്ങനെ മുള്ളുകളിങ്ങനെ കിടക്കുക. നീരസത്തിൻ്റെ മുള്ളുകൾ, നിരാശയുടെ മുള്ളുകൾ, അലോരസത്തിൻ്റെ മുള്ളുകൾ, അലങ്കോലത്തിൻ്റെ മുള്ളുകൾ, അട്ടഹാസത്തിൻ്റെ മുള്ളുകൾ, വഞ്ചനയുടെ മുള്ളുകൾ, ചതിയുടെ മുള്ളുകൾ, എത്ര മുള്ളുകൾ പിളർന്ന ചതിക്കുഴികളുമായി കാത്തിരിക്കുന്ന മുള്ളുകളുടെ വലിയ സംഘങ്ങൾ. മുള്ളില്ലാത്ത അവനീതലത്തിൽ, മുള്ളില്ലാത്ത മണ്ണിൽ മുള്ളുമുളപ്പിച്ച പാപം. ആ മുള്ളിലല്ലേ വശ്യമനോഹരമായ ആത്മാവിന്റെ അഗ്നി ഹോരേബിൽ കത്തി നിൽക്കുന്നത്. എൻ്റെ കൂടെ വാ, നിങ്ങൾ ഈ മെസ്സേജിൻ്റെ കൂടെ വാ. കത്തിയെരിയുന്ന മുള്ളും മുള്ളിൽ നിന്ന് കത്തി ജ്വലിക്കുന്ന യഹോവയുടെ അരുളപ്പാടും രണ്ടും കൂടെ സംയോജിക്കുന്ന ഹോരേബിലെ ആ സ്വർഗീയ കാഴ്ച എത്ര പേർക്ക് കാണാൻ കഴിയും? അതിനകത്തൊരു വിഷനുണ്ട് കേട്ടോ. അതിനകത്തൊരു ദർശനമാണ്. അത് ദൈവത്തിൻ്റെ വലിയൊരു ബ്ലൂ പ്രിന്റാ, ദൈവത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു തിരക്കഥയുടെ ഭാഗമാ. ഇസ്രായേലിൻ്റെ ചരിത്രത്തിനകത്ത് ഇന്ന് വരെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല സംഭവങ്ങളുടെ ചുരുളടിച്ച് അതിനെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തുടക്കമെന്ന നിലയ്ക്ക് ആ മുള്ളും ആ ഹോരേബും ആ മരുഭൂമിയും ആ മോശയും അതിൽ അരുളപ്പാടും എല്ലാം കൂടെ സംയോജിക്കുന്ന ഒരു വിഷൻ, ഒരു ദർശനം. ലക്ഷമനസിക്കമാണ്. ഞാനൊരു ദൂത് പറഞ്ഞോട്ടെ, കൃപയുള്ളവർ ആരാധിച്ചോ. എൻ്റെ ദൈവത്തിന് അരുളപ്പാട് പറയാൻ ഈ AC റൂമൊന്നും വേണ്ട. എൻ്റെ ദൈവത്തിന് അരുളപ്പാട് പറയാൻ വശ്യമനോഹരമായ സർവ വസ്ത്ര സർവാഭരണ വിഭൂഷിതരായ സൗന്ദര്യ നാമങ്ങൾ വേണ്ട. എല്ലാം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വിളനിലങ്ങളായ ഒത്തിരി വിദ്യാസമ്പന്നരായ അവരെ വേണ്ട. അതെല്ലാം ദൈവം ഉപയോഗിക്കും. അതൊന്നും അവൻ ആവശ്യമില്ലെന്നല്ല പറഞ്ഞത്. ദൈവത്തിനൊരു അരുളപ്പാട് പറയുവാൻ ഇവിടുത്തെ ഫലങ്ങൾ കായ്ക്കുന്ന മാവും ഇവിടുത്തെ ഫലങ്ങൾ കായ്ക്കുന്ന ഓറഞ്ചും മാതളവും മുന്തിരിയും പോലുള്ള വശ്യമനോഹരങ്ങളായത് വേണ്ട. ഒരു മുള്ളു കിട്ടിയാലും മതി. ഒരു മുള്ളു കിട്ടിയാലും അതിനകത്തൂടെ ഒരു അഗ്നി കത്തിക്കാൻ, അതിനകത്തൂടെ അരുളപ്പാട് പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുടെ കരഘോഷം, വിശ്വസിക്കുന്നവരുടെ കരഘോഷം, വിശ്വസിക്കുന്നവരുടെ ആരാധന, വിശ്വസിക്കുന്നവരുടെ സ്തോത്രങ്ങൾ, വിശ്വസിക്കുന്നവരുടെ സ്തുതികൾ ഇന്ന് പകൽ ഉയരട്ടെ. ആരാധന ഉയരട്ടെ. എൻ്റെ ദൈവത്തിന് അരുളപ്പാട് പറയുവാൻ ഈ ഭൂമിയില് ശാപം കിട്ടിയ മുള്ളുമതി. അധികാരം ഭൗമികമല്ലെന്ന് അതിശക്തമായി പറഞ്ഞിട്ടും അധികാരം മുഖികൾ ശ്രീ യേശുനാഥൻ്റെ ശിരസിൽ വെച്ചു കൊടുത്തതും അതേ മുള്ളല്ലേ. നിരപരാധിക്ക് നീതി കിട്ടാതെ നീതിന്യായ കോടതി ഒരു മുൾപ്പടർപ്പിന് സാക്ഷിയായി മാറുന്നതല്ലേ പീലാത്തോസ് ഉൾപ്പെടുന്ന 5 കോടതികൾ. ശകമശീകമാണ്.
ദൈവം ശപിച്ച മണ്ണിൽ ജനിച്ചു മുളച്ചു വളർന്നു വന്ന മുള്ള് അത് സൃഷ്ടിച്ചവൻ്റെ തലയിൽ തന്നെ മെടഞ്ഞു വെക്കണമെന്നുള്ളത് പിശാചിൻ്റെ ഒരു പദ്ധതിയായിരുന്നല്ലേ. മുള്ളില്ലാത്ത മണ്ണിൽ മുള്ളു പിറക്കാൻ കാരണം മനുഷ്യന്റെ പാപമാണ്. പാപം പേറിയ മണ്ണിൽ മുള്ളു മണ്ണിനൊരു ഭാരമായപ്പോൾ ഹന്നാസും കയ്യഫാവും പീലാത്തോസും കൈസറും ഹെരോദാവും ലൂസിഫറും ഉൾപ്പെടുന്ന ലോകത്തിലെ അധികാര മത വംശീയ ജാതീയ സാത്താന്യ കൂട്ടുകെട്ടുകൾ ആ മുള്ള മെടഞ്ഞെടുത്ത് ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെ മുളവാക്കിയ സർവശക്തന്റെ തലയിൽ വെച്ചടിക്കാൻ ശ്രമിച്ചതും നടന്നതുമൊക്കെ ചോദിക്കട്ടെ, എത്ര നേരത്തേക്ക് ഇവിടുത്തെ അധികാരവർഗം മുഴുവനും കൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ തലയിലൊരു മുള്ളു വെക്കണമെന്ന് തീരുമാനിച്ചാൽ ഒരുപക്ഷെ അവർക്ക് വെക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ മുൾക്കിരീടം അധിക നാൾ ഇരിക്കത്തില്ല. ഒരുപാട് നാൾ ആ മുൾക്കിരീടം ആമൻ കൃപയുള്ളവൻ്റെ തലയിൽ ഇരിക്കത്തില്ല. ഒരു മുള്ളിനകത്തൂടെ കൃപയുള്ളവനെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അധിക നാൾ അതിനകത്തൂടെ അവൻ പോകത്തില്ല. ആ തലയിൽ ഇതാ വേറൊരു കിരീടം വരികയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കണ്ട ആ കാഴ്ച വേണ കാണാൻ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, നിലവിളക്ക് നടുവിൽ നിലയങ്കി ധരിച്ചവൻ, വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ, പെരുവെള്ളത്തിൽ ഇരിച്ചു പോലെ ശബ്ദമുള്ളവൻ, ഇരുവായത്തിലെ മൂർച്ചയുള്ള വാഴ്ന്ന പുറപ്പെടുന്നവൻ, ഊടിയിലെ പൂടിയ നാഴിയിലെടുത്തവൻ, പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ട് അളക്കുന്നവൻ, കയ്യിൽ പഞ്ചങ്കോൽ പിടിച്ച തലയിൽ സ്വർഗീയ രാജകീയ കിരീടം ധരിച്ചവനായി വെളിപ്പാട് പുസ്തകത്തിനകത്ത് യോഹന്നാൻ കാണുന്ന പ്രാണനാഥന്റെ ആ തലയിലേക്ക് നോക്കാൻ മുൾക്കിരീടമല്ല. രാജമുടികൾ ധരിക്കപ്പെട്ടവനായി, നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ചവനായി, അധികാരത്തിൻ്റെ കിരീടം വെച്ചവനായി, മാരക്ത പൊൻകച്ച ധരിച്ചവനായി, ഉലകിൽ പഠിപ്പിച്ചെടുത്ത വെള്ളോടിന് സദൃശമായ കാലുള്ളവനായി, അവൻ രാജാതിരാജാവായി ജയമെടുത്ത കർത്താവിനെ ഇന്ന് രാത്രി ആത്മാവിലൊന്ന് കണ്ടുകൊണ്ട് ആരാധിക്കുക. അങ്ങ് പുറകിലൊക്കെയും കരമടിക്കുന്നവർ, കൃപയുള്ളവർ ആത്മാവിൽ കർത്താവിനെ ഒന്ന് കണ്ടുകൊണ്ട് ആരാധിക്കുക. ഇന്നവൻ അടിക്കപ്പെട്ടവനല്ല, ഒഴിവുചാല പോലെ കീറിമുറിക്കപ്പെട്ടവനല്ല, ഇന്ന് മുഖം വികൃതമായവനല്ല, കണ്ടാൽ ആളല്ല എന്ന് തോന്നുന്ന രൂപത്തിലുള്ളവനല്ല. ഇന്ന് രാത്രി ഇന്ന് പകല് അവൻ മുൾക്കിരീടധാരിയല്ല. ഇന്ന് പകല് എന്റെ പ്രാണനാഥൻ പൊൻകിരീടധാരിയായി കയ്യിൽ പഞ്ചങ്കോൽ പിടിച്ചവനായി ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ സുവിശേഷത്തിന്റെ പേരിൽ അടിയും തുപ്പും അപമാനം വിശപ്പും വിധിയും നന്നായി സഹിച്ച പൗലോസ് പറഞ്ഞു, മുള്ളു മോശ കണ്ടത് പർവ്വതത്തില്ല, മുള്ളു ലോകം കണ്ടത് മണ്ണില്ല, മുള്ളു പലരും കണ്ടത് പിന്നെ യേശുവിൻ്റെ തലയില. എന്നാൽ ഒരു സുവിശേഷകൻ എന്ന നിലയ്ക്ക് മുള്ളൻ്റെ അകത്താ. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ഇതിനകത്ത് ഈ ആരാധനയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കണ്ണുകൾ നിറയുന്നത് എനിക്കറിയാം. അവർ പറയും, അഭിഷക്തനെ ഈ പ്രസംഗിക്കുന്ന മുള്ളൻ്റെ അകത്തുണ്ട്. അവൻ രക്തബന്ധങ്ങൾ മുള്ളായി മാറുമ്പോൾ, അവൻ സ്നേഹിതർ മുള്ളായി മാറുമ്പോൾ, നിന്റെ കൈ കൊണ്ട് ആഹാരം കൊടുത്തവർ നാളെ നിനക്ക് മുള്ളായി മാറുമ്പോൾ, നീ നല്ല വാക്ക് പറഞ്ഞവർ നിനക്ക് മുള്ളായി മാറുമ്പോൾ, നിന്റെ നന്മ അനുഭവിച്ചവർ നിനക്ക് മുള്ളായി മാറുമ്പോൾ, എന്തിനേറെ നിന്റെ വീട്ടിൽ ഉറങ്ങിയവർ പോലും നാളെ നിനക്ക് മുള്ളായി മാറുമ്പോൾ, എൻ്റെ പ്രാണനാഥം പറയുക, ആ ഹോരേബിലേക്ക് നീ നോക്ക്. അത് വെറും മുള്ളല്ല, ആ മുള്ളിനകത്തൊരു അരുളപ്പാടുണ്ട്. നീ അനുഭവിക്കുന്ന വേദനയിൽ, നീ അനുഭവിക്കുന്ന അപമാനത്തിൽ, നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കകത്ത്, ഈ കത്തുന്ന മുള്ളിനകത്ത്
ലോകം മുള്ളു വച്ചു, പക്ഷെ തമ്പുരാൻ അത് കത്തിച്ചു. ആമേൻ. ഇപ്പോൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുള്ളുണ്ടാകാം, പക്ഷെ സാധാരണ മുള്ളല്ല, കത്തുന്ന മുള്ള, തീ കത്തുന്ന മുള്ള. ഞാനിവിടുന്ന് പ്രസംഗിക്കുമ്പോൾ ഇവിടെ ഹോരേബില്ല, ഇവിടെ മുൾപ്പടർപ്പില്ല, പക്ഷേ മുൾപ്പടർപ്പിൽ കത്തുന്ന തീ ഇവിടെയുണ്ട്. ഓ സ്തോത്രം, ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് തമ്പുരാൻ പറയുക, ഈ മുൾപ്പടർപ്പും ഈ തീയും ഈ മരുഭൂമിയും ഒരു വിഷനാണ്, ഒരു ദർശനമാണ്. ആമേൻ. എൻ്റെ കൂടെ എത്ര പേരുണ്ട് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുന്ന? എത്ര പേരുണ്ട്? ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, മോശ കണ്ട ആ മുൾപ്പടർപ്പ്, 430 വർഷത്തെ അടിമത്തത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു ജനതയുടെ ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന ജനതയെ കുറിച്ചുള്ളവരുടെ നിലവിളിയുടെ കഷ്ടതയുടെ അവരുടെ പുറപ്പാടിന്റെ ദർശനമാണ്. കമോൺ, എൻ്റെ കൂടെ വാ, എൻ്റെ പ്രസംഗത്തിൻ്റെ കൂടെ വാ. അല്പം വേഗത കൂടി പോകുന്നുണ്ടോ? ആമേൻ. ശ്രദ്ധിക്കാം. അമ്മായപ്പന്റെ ആടുകളെ ഹോരേബ് പർവ്വതത്തിന്റെ താഴെ വിട്ടിട്ട് മോശ പർവ്വതത്തിലേക്ക് തൻ്റെ വലത്തെ കാലെടുത്ത് വെക്കുന്നു. ഓ, എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു ചിന്തയാണിത്. ഞാൻ ഈ ചിന്തയിലൊന്ന് സന്തോഷിച്ചോട്ടെ. പർവ്വതത്തിൽ നിന്നൊരു ശബ്ദം, മോശേ. ഹോരേബിലെ പർവ്വതത്തിൽ മുള്ളിൽ നിന്നൊരു അരുളപ്പാട് കേൾക്കുന്നു, മോശേ. താഴെ നിന്ന് മോശ വിളി കേൾക്കുന്നു, ഇവിടെ കയറി വാ. ഓ, മുള്ളിനകത്തുനിന്ന് തീക്കകത്തുനിന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. ആ ശബ്ദം കേട്ടത് മോശ തൻ്റെ വലത്തേക്കാല് ദർശനത്തിലേക്ക് വെക്കുന്നു, ദർശനത്തിലേക്ക്, വിഷനിലേക്ക്. ആമേൻ. പർവ്വതത്തിൽ നിന്ന് രണ്ടാമത്തെ ശബ്ദം, മോശേ എന്താ താമസം? മോശയുടെ മറുപടി, ദൈവമേ, എൻ്റെ വലത്തെ കാല് ദർശനത്തിലാ, പക്ഷെ ഇടത്തെ കാലിൽ ഒരു സ്പർശനമുണ്ട്. ആരുടെയാ? അമ്മായിയപ്പൻ്റെ ആടാ. ഈ പലരെയും തീ കണ്ടാലും അങ്ങോട്ട് കയറ്റി വിടാത്തത് ഈ നാട്ടിലെ കുറെ അമ്മായിയപ്പൻ്റെ ആടുകളാണ്. ചിലർ പറയുന്നത് ജീവിക്കാനുള്ള ആടുണ്ട്, അത്യാവശ്യം സ്വോത്ര കാഴ്ച കിട്ടും, ദശാംശവും കിട്ടും, അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ആടുണ്ട്, പിള്ളേരെ പഠിപ്പിക്കാം. എന്തിനാ വെറുതെ തീയും മുള്ളും പർവ്വതവും വയ്യാവേലിയും പ്രശ്നങ്ങളും? അതുകൊണ്ട് ആൾക്കാർ പറയുന്നത്, പലരും പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് പൊക്കോളാം, എനിക്ക് ഉണർവും തീയും ബഹളവും ഒന്നും വേണ്ട. പക്ഷേ യഹോവയായ ദൈവം പർവ്വതത്തിൽ, ഇതൊരു പ്രസംഗ ഭാഷയാണ്, ബൈബിളിനകത്ത് നിങ്ങൾ അന്വേഷിക്കരുത്, അതില്ല. അവൻ ഒരു പ്രസംഗ ഭാഷയാണ്. ആമേൻ. ഒരു റെവലേഷനെ പറയാ. പർവ്വതത്തിൽ നിന്ന് യഹോവയായ ദൈവത്തിൻ്റെ അടുത്ത ചോദ്യം, അമ്മായിയപ്പൻ്റെ ആട് എത്ര എണ്ണം ഉണ്ട്? മോശയ്ക്ക് കൊണ്ടു നടക്കുന്ന ആടാണെങ്കിലും കൃത്യമായിട്ട് എണ്ണം അറിയത്തില്ല. എന്തിനേറെ ചില പാസ്റ്റർമാർക്കൊന്നും അവരുടെ സഭയിലുള്ളവരുടെ മുഖം പോലും കണ്ടിട്ടില്ല, അവരുടെ വീട് എവിടാന്നറിയത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അമ്മായിയപ്പൻ്റെ ആടാണ് കൂടെ ഉള്ളതെങ്കിലും മോശ ഇതുവരെ എല്ലാ ആടിനും ഒന്നും എണ്ണിട്ടില്ല. എന്നാലും ഇങ്ങനെ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് മോശ ഒരു ജസ്റ്റ് ഒരു ആവറേജ് കൂട്ടി പറഞ്ഞു, യഹോവേ, ഒരു 300 ആടുണ്ട്. ഇങ്ങനൊന്നും ബൈബിളിലില്ല, അതിൻ്റെ പേരിലൊന്നും ആരും വിഷമിക്കണ്ട. പർവ്വതത്തിൽ നടത്ത മറുപടി, അമ്മായിയപ്പൻ്റെ 300 വിട്ടിട്ട് കയറി വാ, 25 ലക്ഷത്തെ നിന്റെ കൈ തരാം. അവൻ ഇതിന്റെ പേരാ ദർശനമെന്ന് പറയുന്നത്. ഇന്ന് രാത്രി ദർശനമുള്ളവർ എത്ര പേര് ഇതിനകത്തുണ്ട്? ദർശനം പ്രാപിച്ചവർ, ഇത് ലോകം മുഴുവൻ ഓൺലൈനായി കേൾക്കുന്നവരിൽ ദർശനമുള്ളവർ എത്ര പേരുണ്ട്? നീ വിട്ടു
വിട്ടുപോരുന്നതിനേക്കാൾ, നീ ഉപേക്ഷിക്കുന്നതിനേക്കാൾ, നീ ക്രിസ്തുവിന്റെ നാമനിമിത്തം വേണ്ടെന്ന് വെക്കുന്നതിനേക്കാൾ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇതാ പൗലോസ് പറഞ്ഞത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നത് ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചപ്പെന്നും ചവറെന്നും എണ്ണുന്നെന്ന് പറയാൻ കാരണം, ഈ ലോകത്തിൻ്റെ മുഴുവൻ ആ തീയുടെ മുമ്പിൽ ഒന്നുമല്ലെന്നറിയണം. പർവ്വതത്തിൽ കത്തുന്ന തീയുടെ വില എത്രയാണെന്ന് തീരുമാനിക്കാൻ ഈ അമ്മായിയപ്പൻ്റെ ആടിനും പറ്റില്ല, ലോകത്തിലൊരു ശക്തിക്കും പറ്റില്ല. നിന്റെ ബാങ്ക് ബാലൻസിനേക്കാൾ, നീ താമസിക്കുന്ന വീടിനേക്കാൾ, നീ വന്ന കാറിനേക്കാൾ, നിന്റെ സകല സ്വത്തിനേക്കാൾ, നിന്റെ വിദ്യാഭ്യാസത്തെക്കാൾ, നീ ഇരിക്കുന്ന കസേരയുടെ പൊസിഷനേക്കാൾ, നിന്റെ ബിസിനസ്സിനേക്കാൾ എത്രയോ ആയിരം മടങ്ങ് വലുതാണ് ആ പർവ്വതത്തിൽ കത്തുന്ന തീയെന്ന് തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിക്കുക. തിരിച്ചറിയുന്നവർ ശക്തമായ ദൈവശക്തി, പവർ ഓഫ് ഫയർ ഇസ് റൈറ്റ് മൂവിംഗ്. ശക്തമായ ദൈവാത്മാവിന്റെ വ്യാപാരം വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാൽ ആത്മമണ്ഡലം തുറക്കുന്ന രാത്രി. നിന്റെ തലം വേറെയാ, നിന്റെ റലം വേറെയാ. നീ പാരമ്പര്യ ആരാധനക്കാരനല്ല. 2 കയ്യടിയും 2 കഷ്ണം അന്യഭാഷയും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഞായറാഴ്ച കഴിച്ചു കൂട്ടി പോകുന്ന ഒരു നാമധേയ ക്രിസ്ത്യാനി അല്ല. ഇന്ന് രാത്രി ദർശനമുള്ളവൻ അവൻ. എഴുതിയിട്ടോ ഒരു ദർശനമുണ്ടോ, അതിൻ്റെ അപ്പുറത്തൊരു ദൗത്യമുണ്ട്. ആമേൻ. എൻ്റെ സഭയുടെ മോട്ടോ അതാ. വിഷൻ പ്ലസ് മിഷൻ പ്ലസ് പാഷൻ ഈസ് ഈക്വൽ ടു ഷേക്കിംഗ് നേഷൻസ്. ഒരു വിഷൻ ഉണ്ടോ, തൊട്ടു പുറകിന് ഒരു മിഷനുണ്ട്. ദർശനമുണ്ടോ, ഒരു ദൗത്യമുണ്ടോ, അതിനോട് ചേർന്നൊരു പുറപ്പാടുണ്ട്. കൃപയുള്ളവരെല്ലാം കർത്താവിനെ സ്തുതിച്ചോട്ടെ. ഞാൻ ഇന്നലെ രാത്രിയിൽ നടന്ന ഞങ്ങളുടെ സഭയിലെ ഉണർവ് യോഗത്തിനകത്ത് ഞാൻ പറഞ്ഞൊരു സെൻറ്റൻസാണ്, വെളിച്ചമാണെന്ന് വ്യക്തമായി അറിയണമെങ്കിൽ ഇരുട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരിക്കലെങ്കിലും നീ ഇരുട്ടിലൂടെ പോകണം. സൂര്യൻ ഇത്രയും വില ഉണ്ടാകാൻ കാരണം രാത്രി ഉള്ളത് കൊണ്ടാണ്. രാത്രി ഇല്ലെങ്കിൽ സൂര്യൻ ഇത്രയും വില ഉണ്ടാകത്തില്ല. കർത്താവ് മോശയോട് പറയാ, പാളയത്തിന് പുറത്ത് കഷ്ടം സഹിക്കാൻ. ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഞാൻ കർത്താവിൻ്റെ വചനപ്രകാരം സ്നാനപ്പെട്ടു. ഞാൻ അഭിഷേകം പ്രാപിച്ചു. ഞാൻ സഭയിലെ ഒരു വിശ്വസ്തനായ ഒരു വിശ്വാസിയാണ്. ദാറ്റ് മീൻസ് യു ആർ ഇൻ ദ ലൈറ്റ്. നിങ്ങൾ വെളിച്ചത്തിലാണ്. കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്ത് പറയാം, യു ആർ എ ലൈറ്റ്. നിങ്ങളൊരു വെളിച്ചമാണ്. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. നിങ്ങളൊരു വിഷൻ മാത്രമേ കണ്ടുള്ളൂ. നിങ്ങളുടെ മിഷൻ എവിടെ? ഞാൻ ഇങ്ങനൊരു സെന്റൻസ് പറയും, കുറിച്ചെടുക്കേണ്ടെടുത്തോ. സേവ്ഡ് പേഴ്സൺസ് ആർ മിഷണറീസ്. രക്ഷിക്കപ്പെട്ടവരെല്ലാം മിഷണറിമാരാണ്, കർത്താവിൻ്റെ വേലക്കാരാണ്. നിങ്ങൾക്ക് ജോലിയുണ്ട്, പ്രൊഫഷനുണ്ട്, ആമേൻ, ബിസിനസ്സുകാരായിരിക്കാം. പക്ഷേ നിങ്ങളൊരു മിഷണറിയാണ്. 24 മണിക്കൂറും പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച കെ എബ്രഹാമിനെ പോലുള്ള, എന്നെ പോലുള്ള 10,000 ദൈവദാസന്മാർ ഞങ്ങൾ മാത്രമാണ് മിഷണറിമാർ അല്ല. ഓൾ സേവ്ഡ് പേഴ്സൺസ് ആർ മിഷണറീസ്. അടുത്ത സെന്റൻസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു, അൺസേവ്ഡ് പേഴ്സൺസ് ഹാർട്ട് ഈസ്
മിഷൻ ഫീൽഡ്. മിഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒറീസ മാത്രമാണ് ആര് പറഞ്ഞു? ഛത്തീസ്ഗഡ് മാത്രമാണ് ആര് പറഞ്ഞു? കണ്ണൂരും കാസർഗോഡും മാത്രമാണ് ആര് പറഞ്ഞു? ഇന്ത്യയിലെ ഗ്രാമങ്ങൾ മാത്രമാണ് ആര് പറഞ്ഞു? അതൊക്കെ ശരിയാണ്, കുറച്ച് ടഫ് ഏരിയകളാണ്. അവിടെയൊക്കെ സുവിശേഷം പറയാൻ ആൾ വേണം, അവിടെയൊക്കെ പോകണം, അതെല്ലാം ശരിയാണ്. പക്ഷേ ഒരു മിഷണറിയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അൺസേവ്ഡ് പേഴ്സൺസ് ഹാർട്ട്. വെളിച്ചത്തിൻ്റെ ജോലി എവിടെ? ഇരുട്ടുള്ളിടത്താണ്. അതാണ് എൻ്റെ കറക്റ്റ്. ആമേൻ. ചിലരോടൊക്കെ ചുമ്മാ ഒരു കോമൺ ക്വസ്റ്റ്യൻ ചോദിച്ചേ, ഡോക്ടർക്ക് എവിടെ ജോലിയും ചോദിച്ചേ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഉത്തരം പറയും, അതെന്താ പക്ഷേ ആർക്കറിയാത്ത ആശുപത്രിയിലാണ്. ഡോക്ടറുടെ ജോലി എവിടെ? ആശുപത്രി. നിങ്ങളെല്ലാവരും പറയും, പക്ഷെ അത് അബ്സല്യൂട്ട്ലി റോങ് ആണ്. നിങ്ങൾ പറഞ്ഞത് ഉത്തരം തെറ്റാണ്. ഡോക്ടറുടെ ജോലി ആശുപത്രിയിലല്ല, രോഗിയുടെ ശരീരത്തിലാണ്. ഒരാശുപത്രി പണിതിട്ടിട്ട് 10 ഡോക്ടർമാരെ അവിടെ അപ്പോയിന്റ് ചെയ്യാൻ വരെ ഭിത്തിയെ കുത്തിവെക്കുവോ? ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വളരെ പകൽ ശക്തമായിട്ട് ആരാധന വിളിച്ചു പറയുന്നു, നിന്റെ മിഷൻ, നിന്റെ ദൗത്യം സുഖകരമായ ഒരു ക്രിസ്തീയ ജീവിതമല്ല, വെളിച്ചത്തിനകത്തൂടെ നടക്കുന്നതല്ല, നീ ഇരുട്ടിലൂടെ സഞ്ചരിക്കണം. കാരണം നീ വെളിച്ചമാണെന്ന് വെളിപ്പെടണമെങ്കിൽ നീ ഇരുട്ടിലിറങ്ങണം. എങ്കിലല്ലേ നമുക്ക് വെളിച്ചം ഉണ്ടോന്ന് അറിയത്തുള്ളൂ. മോശേ, ഈ മുൾപ്പടർപ്പും ഈ തീയും നിന്റെ ഒരു ദർശനമാണെങ്കിൽ, അത് മിഷനാണെങ്കിൽ, അത് വിഷനാണെങ്കിൽ നിന്റെ മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഈ 300 ആടിന് അമ്മായിപ്പൻ ആടിനെ കൊണ്ട് നടക്കുന്നതല്ല, ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മിഷൻ. ഓ, സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ വഴിക്ക് ചെങ്കടലുണ്ട്, ആ വഴിക്ക് പാറയുണ്ട്, ആ വഴിക്ക് കാടപ്പക്ഷിയുണ്ട്, ആ വഴിക്ക് മന്നായുണ്ട്, ആ വഴിക്ക് മേഘസ്തംഭമുണ്ട്, ആ വഴിക്ക് ആമേൻ അഗ്നിസ്തൂണുകളുണ്ട്. ഇന്ന് ഒരു ദൂതി ഞാൻ പറയാം, ആ യാത്രയ്ക്കകത്ത് ആമേൻ ദാദാനുണ്ട്, ആ യാത്രയിൽ അബീരാമുണ്ട്, ആ യാത്രയിൽ കോരഹുണ്ട്, ആ യാത്രയ്ക്കകത്ത് സഹോദരി മീര്യാമുണ്ട്, ആ യാത്രയിൽ അഹരോനുണ്ട്, ആ യാത്രയിൽ കാളക്കുട്ടിയുണ്ട്, ആ യാത്രയിൽ യോശുവയുണ്ട്, ആ യാത്രയിൽ കാലേബുണ്ട്. എതിരുകളും അതിരുകളും, ഓ കൃപയുള്ളവർ ആരാധിക്കുക, എതിരുകളും അതിരുകളും, ഒരുപാട് പതിരുകളും കതിരുകളും, ഓ ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു വലിയ യാത്രയാണ് ഈ മിഷൻ എന്ന് തിരിച്ചറിയുന്നവർ കരമടിച്ച് 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 ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്, ഒന്ന് നല്ലപോലെ ദൈവത്തെ സ്തുതിക്ക്, ഒന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്ത്. ആ സെന്റൻസ് ഒരിക്കൽ കൂടെ പറയാം. ഒരു മിഷൻ കിട്ടിയത് ശരിയാ, ഒരു വിഷൻ കിട്ടിയത് ശരിയാ, യാത്ര പുറപ്പെടുന്നത് ശരിയാ, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളി ഉണ്ടായത് ശരിയാ. പക്ഷെ 4 പദങ്ങൾ എഴുതിയിട്ടോ, അതിന് അതിരുകളുണ്ട്, അതിന് എതിരുകളുണ്ട്, അതിൽ പതിരുകളുണ്ട്, എന്നാൽ കതിരുകളുമുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് നിന്റെ മിഷൻ, നിന്റെ ദൗത്യമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ. യെസ്, ആമേൻ, ആമേൻ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ വിഴവൂരെന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, ഈ 250 പേരിരിക്കുന്ന ഈ ഹോളിനകത്ത് ആയുസ് മുഴുവൻ എവിടെ ഇരുന്ന് അന്യഭാഷ പറഞ്ഞ് കൈയടിക്കാനല്ല. അങ്ങനെ തിരുവല്ലായിൽ നിന്ന് കെ എബ്രഹാം എന്ന് പറഞ്ഞ ഞാൻ ഇവിടെ വരികയും നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടെ ആരാധിക്കുകയും ചെയ്യുന്നത് ഒരു വിഷനാണ്, അതൊരു നിയോഗമാണ്, അത് ദൈവം തന്നൊരു ദർശനമാണ്. പക്ഷെ ഇവിടെ കൊണ്ട് തീരുകയില്ല, അടുത്ത മിഷൻ തുടങ്ങുകയാണ്. സന്തോഷമുള്ള കർത്താവിനെ ആരാധിച്ചോ? എന്താ മിഷൻ? ആമേൻ. അനന്തപുരി എന്ന പട്ടണത്തെ പിടിക്കുന്നതാണ് മിഷൻ. ഓ ഓ ഹല്ലേലൂയ. അവൻ അനന്തപുരിയെ പിടിക്കുന്ന, അനന്തപുരിയെ നേടുന്ന, അവൻ ആനന്ദപുരിയുടെ ഇരുട്ടിനകത്തേക്ക് അവൻ ബ്രൗൺ ഷുഗറും കാഷിയും മരിഞ്ചുവാനയും കഞ്ചാവും അവൻ മദ്യത്തിനും MDMAക്കും ചരസിനും ഒക്കെ അടിമകളായ ഒരു വലിയ ഇരുട്ട് ബാധിച്ച തലമുറയെ, ഓ മാതാപിതാക്കളെ തിരിച്ചറിയാത്ത, സഹോദരങ്ങളെ തിരിച്ചറിയാത്ത, അമ്മയുടെ മുമ്പിൽ വെച്ച് അപ്പനെ വെട്ടിക്കൊല്ലുന്ന, ഒരേ സമയത്ത് പലരെയും കൊല്ലാൻ മടിയില്ലാത്ത പ്രാകൃതമായ
ഒരു ഇരുട്ടിന്റെ തലമുറയെ, ഓ എന്റെ കൂടെ നിൽക്ക, പ്രണയിച്ചവരെ തെരുവിൽ പെട്രോൾ അടിച്ച് കത്തിക്കുന്നവർ, കാമ്പസിനകത്ത് കടാര കുത്തിയിറക്കി കാമിയെ കൊല്ലാൻ മടിയില്ലാത്ത ഒരു ഇരുട്ടിന്റെ തലമുറയെ നേടാൻ വെളിച്ചത്തിലുള്ളവർ, ദർശനം പ്രാപിച്ചവർ പുറത്തു വരട്ടെ. കമൗട്ട്, പുറത്തു വരട്ടെ. കമൗട്ട്. അതാണ് ഹോരേബ് വിളിച്ചു പറയുന്നത്. പുറത്തു വാ മോശേ, നീ പുറത്തു വാ, നിനക്കൊരു മിഷൻ ഉണ്ട്. യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ദർശനം കിട്ടി. ദിസ് ഇസ് എ സ്പിരിച്വൽ ലാംഗ്വേജ്. ഇതൊരു ആത്മീയ ഭാഷ. ചില ആൾക്കാരൊക്കെ പറയാനുണ്ട് ദർശനം കിട്ടി പാസ്റ്ററെ. അവൻ ചോദ്യം, ദർശനത്തിൻ്റെ അർത്ഥം അറിയാത്തവരെ ദൈവം ദർശനം കാണിക്കുമോ? ലോകം മുഴുവൻ നടന്ന് ചോദിക്കുക, പാസ്റ്ററെ എനിക്കൊരു ദർശനം കിട്ടി, എന്നെ അതൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് ദർശനം കിട്ടിയിട്ടേ ഇല്ല. അപ്പം കണ്ടതോ? എന്തെല്ലാം ആരെല്ലാം കാണുന്നു, അതുപോലെ നീ ഏതാണ്ട് കണ്ട് അത്രേ ഉള്ളൂ. ദർശനം ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയുടെ ഭാഗവും കൂടിയാണ്. നിനക്ക് മനസ്സിലാകാത്തതല്ല ദർശനം. പക്ഷെ ദർശനം പ്രാപിച്ചാൽ നീ മുട്ടിന്മേൽ നിൽക്കണം. അപ്പോൾ കർത്താവ് ആ ദർശനത്തിൻ്റെ പുറകിന് നിനക്കതിൻ്റെ മിഷൻ വെളിപ്പെടുത്തി തരും. നെഹമ്യാവിന് ഒരു ദർശനം കിട്ടി. യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, വാതിലുകൾ തീവന്ത് ചുട്ടുകിടക്കുന്നു. ആമേൻ. പാനപാത്ര വാഹനാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, നല്ല ശമ്പളമുണ്ട്, രാജാവായിട്ട് നേരിട്ട് പിടിപാടുണ്ട്, നല്ല ബന്ധങ്ങളാണ്. മര്യാദയ്ക്ക് ജീവിച്ചു പോകാനാണെങ്കിൽ ഇതൊക്കെ ധാരാളം മതി. ആമേൻ. പക്ഷേ ദർശനത്തിൻ്റെ അർത്ഥം നെഹമ്യാവിനറിയാം. ചോദ്യം, പാനപാത്രവാഹകനല്ലേ? കണ്ട ദർശനം എന്താ? മതിലുപണിയല്ലേ? ഒരു ദൂത് പറയാം, കൃപയുള്ളവർ ഏറ്റെടുത്തോ. പാനപാത്രവാഹകനായ നെഹമ്യാവേ, നിന്റെ അകത്തൊരു എഞ്ചിനീയർ ഉണ്ടെന്ന് അറിയാവുന്ന ദൈവമാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഓ കൃപയുള്ളവർ, കൃപയുള്ളവർ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചോ. നിന്റെ അകത്തൊരു എഞ്ചിനീയർ ഉണ്ട്. നീ മതിൽ പണിയും. നിന്നെ കൊണ്ടത് ചെയ്യിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതിനകത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, സാധിക്കില്ല. മോശയും പറഞ്ഞില്ലേ, ഞാൻ തടിച്ച നാവുള്ളവനാ, വിക്കനാണ്. യിരെമ്യാവും പറഞ്ഞില്ലേ, എനിക്ക് സംസാരിക്കാൻ കഴിയുപോരെന്ന് പറഞ്ഞില്ലേ. ആരാ പറയാത്ത? ഒത്തിരി പേര് പറഞ്ഞു. പക്ഷെ നെഹമ്യാവ് ഒഴിവൊഴിവൊന്നും പറഞ്ഞില്ല. ദർശനം കിട്ടിയ നെഹമ്യാവ് 4 ആയുധങ്ങൾ എടുത്ത് ഉപയോഗിച്ചു ആ യുദ്ധത്തിൽ, ആ പോരാട്ടത്തിൽ. അതിലൊന്ന്, താൻ ഇരുന്നു. ആമേൻ. 2, താൻ കരഞ്ഞു. 3, താൻ ഉപവസിച്ചു. 4, പ്രാർത്ഥിച്ചു. ഈ 4 ആയുധം കയ്യിലുള്ളവർ ജയിച്ചിരിക്കും. ആമേൻ. ഈ 4 ആയുധം കയ്യിലുള്ളവർ ജയിച്ചിരിക്കും. ആമേൻ. ദൈവസന്നിധിയിൽ ഇരിക്കാൻ, sit the presence of God. Amen. And cry to Lord. ദൈവത്തോട് കരയാൻ. Amen. And fasting and prayer. ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. ആമേൻ. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നെഹമ്യാവ് പറയുന്ന ആ സെന്റൻസ് ഒട്ടുമിക്കവർക്ക് കാണാപ്പാടവാ. ആമേൻ. ആമേൻ. ഞങ്ങൾ ദൈവത്തിൻ്റെ വേലക്കാർ, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ച് തരും. ആമേൻ. ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന്. ആമേൻ. നിങ്ങൾ യേശു ക്രിസ്തുവിനെ തന്നെ, യേശു ക്രിസ്തുവിൻ്റെ ലൈഫ് ആൻഡ് മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, LMC, ലൈഫ് ആൻഡ് മിനിസ്ട്രി, ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ് പഠിക്കുക. യേശു ക്രിസ്തു ഒരു ദൗത്യമായിട്ട് ഇറങ്ങി വന്നേ. എന്താ ദൗത്യം? മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരം. അതാണ് ദൗത്യം. പക്ഷെ ആ ദൗത്യത്തിൻ്റെ തൊട്ട് പുറകിന് ദൗത്യമുണ്ടോ, മിഷനുണ്ടോ? ശരി, വിഷനുണ്ടോ? മിഷനുണ്ടോ? മിഷനുണ്ടോ? അതിൻ്റെ കൂടെ ഒരു എക്സോഡസ്, ഒരു പുറപ്പാടുണ്ട്. യേശു ക്രിസ്തു ഏറ്റെടുത്തു, മിഷൻ ഏറ്റെടുത്തു. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. ഏറ്റെടുത്തു. അപ്പോൾ അടുത്ത പുറപ്പാടാണ്. ഏതാ പുറപ്പാട്?
സ്വർഗത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഒരു മിഷന് വേണ്ടി ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച യാത്ര ചെയ്ത ഒരാൾ ആരാന്ന് ചോദിച്ചാൽ പറ, എല്ലാവരും പറ. ഉത്തരം യേശുക്രിസ്തു. യേശുക്രിസ്തു സൗരയൂഥത്തിൽ നിന്ന്, നക്ഷത്രങ്ങളുടെ മുകളിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ടാണ് യാത്ര ചെയ്തത്. നമ്മളൊക്കെ കോട്ടയത്തിനും തിരുവനന്തപുരത്തിനും കൂടി വന്ന ഗൾഫിനും ചിലർ അമേരിക്കയ്ക്കും. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ യാത്ര. തമ്പുരാൻ ഒരു മിഷൻ ഏറ്റെടുത്ത് യാത്ര ചെയ്തത് നക്ഷത്രങ്ങളുടെ ഇടയിലൂടെയോ സൂര്യനും അപ്പുറത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന്. ഞാനൊരു രസകരമായ ചിന്ത പറയാം. ഇപ്പോൾ ഇവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് ചിരി വരത്തില്ല, പക്ഷെ നിങ്ങൾ ഓർത്തോർത്ത് ചിരിക്കും. അങ്ങനെ ഒന്നും പറയാം. നമ്മുടെ ഇടയിലെല്ലാം ആൾക്കാർ പറയുന്നത്, ദൈവമായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമി എടുത്ത് മറിച്ചേനെ. കർത്താവ് ഈ ഭൂമി എടുത്ത് മറിച്ച് ദൈവമായിരുന്നപ്പോൾ മനുഷ്യനായിട്ടാണ് എടുത്ത് മറിച്ച്. നമ്മൾ പറഞ്ഞ ദൈവമാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന്. കർത്താവ് പറയുന്നു, ഞാൻ മനുഷ്യനായിട്ട്, ദൈവമായിരുന്ന ഞാൻ മനുഷ്യനായിട്ട് ഇറങ്ങി വന്നാൽ ചെയ്തോ. ഇത് തമ്പുരാൻ നമ്മളൊരു പാഠം പഠിപ്പിക്കുക. എന്നറിയോ? നീ മനുഷ്യനാ, പൂർണ്ണ മനുഷ്യനാ. പക്ഷെ നിന്നിൽ കത്തുന്ന നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവില് ഈ അന്ധകാര ശക്തിയെ തോൽപ്പിക്കും. ആരാധിച്ചോ. നീ എല്ലാ മന്ത്രവാദ ശക്തികൾ നിനക്ക് കീഴടങ്ങും. അതുകൊണ്ടാണ് 70 പേരെ നീ അയച്ചപ്പോൾ, 12 പേരെ അയച്ചപ്പോൾ അവരെല്ലാവരും വന്ന് പറഞ്ഞത്, അന്ധകാരങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, മരിച്ചവർ ഉയർക്കുവാൻ, കൃപയുള്ളവർ ആരാധിച്ചോ. അവൻ ദൈവമായിരുന്നപ്പോഴല്ല പത്രോസിന്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമായത്. ദൈവമായിരുന്നപ്പോഴല്ല പൗലോസ് ഉറുമാലിട്ട് അത്ഭുതങ്ങൾ ചെയ്തത്. മനുഷ്യനായിരിക്കുമ്പോൾ ഹേ മനുഷ്യ, നീ ദൈവമാകണ്ട, നീ ആൾ ദൈവമാകണ്ട, മനുഷ്യനായിട്ട് തന്നെ ഇരുന്നാ മതി. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ എൻ്റെ വാക്ക് ഇങ്ങനെ പരിമിതപ്പെടുത്തട്ടെ. പൗലോസ് ഡമസ്കോസിൻ്റെ പടിക്കൽ വെച്ച ദർശനമുണ്ടായി. ആ ദർശനം പൗലോസിൻ്റെ മിഷനിലേക്ക് പൗലോസിനെ നയിച്ചു. ചരിത്രപ്രസിദ്ധമായ പൗലോസിൻ്റെ മിഷണറി യാത്രകൾ, ഒരു മിഷൻ, അതിൽ നിന്നാണ് സകല മിഷനുകളും ആരംഭിക്കുന്നത്. മൂന്നാമത്തെ വാക്ക് പാഷനാണ്. അതും കൂടെ ഇന്ന് ആരാധന ഞാൻ പ്രസംഗിക്കുന്നില്ല. പാഷൻ എന്ന വാക്കിൻ്റെ മലയാളത്തിലെ മനസ്സിലാകുന്നൊരർത്ഥം എരിവ് എന്നാണ്. എരിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിക്കുന്നതിനകത്ത് നമുക്കുണ്ടാകുന്ന എരിവ് എന്നല്ല അതിൻ്റെ അർത്ഥം. ആമേൻ. ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു എന്ന് സങ്കീർത്തനത്തിൽ ക്രിസ്തുവിനെ കുറിച്ചൊരു പ്രവചനം കിടപ്പുണ്ട്. ആലയത്തെക്കുറിച്ചുള്ള എരിവാണ് ഒരു ചാട്ടവാറുണ്ടാക്കി ആലയത്തിലേക്ക് പോകുവാൻ യേശുവിനെ പ്രേരിപ്പിച്ചത്. കുറച്ചുകൂടെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ ഞാൻ ഇങ്ങനെ പറയട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് നൽകുന്ന ഉത്സാഹത്തെ, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തരുന്ന ഉദ്യമത്തിൻ്റെ ഉത്സാഹത്തെ, ആ എന്തൂസിയാസം, ആ സെലസ്നസ്, ആമേൻ, ആ തീവ്രമായ ആഗ്രഹം, സത്യത്തിന് വേണ്ടി നിൽക്കാനുള്ള ആ മനസ്സിൻ്റെ പെടച്ചിൽ, അതാണ് പാഷൻ, എരിവ്. എന്നെ സുവിശേഷത്തിൻ്റെ എരിവ് തിന്നുകളയുന്നു എന്ന് പറഞ്ഞ പൗലോസിൻ്റെ വാക്ക് എങ്ങനെയാ പറഞ്ഞത്? സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുക. എന്താ ആ എരിവ്? ഞാനിങ്ങനെ പറയട്ടെ, ദൗത്യം
ചലനാത്മകമാണ്. ദർശനം ഒരുപക്ഷെ നിശ്ചലമായിരിക്കും. ദർശനം നിശ്ചലമായിരിക്കും. എന്നാൽ ദൗത്യം ചലനാത്മകമാണ്. അത് നിന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണ്. ദർശനം ഒരു കാഴ്ചയായിരിക്കും, പക്ഷെ അതിൻ്റെ ദൗത്യം, അതിൻ്റെ മിഷൻ ഒരുപാട് സഞ്ചരിക്കേണ്ടതും ഒരുപാട് പ്രവർത്തിക്കേണ്ടതുമായ പ്രവർത്തന മണ്ഡലങ്ങളായിരിക്കും. ഇനി നിശ്ചലമായ വിഷനെ ചലനാത്മകമായ മിഷനാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പാഷനാണ്. ആമേൻ. ഇത് മൂന്നും കൂടി എവിടെ സംയോജിക്കുന്നു, അവിടെയാണ് ഈ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ദൈവശക്തി ആവരിക്കുന്നത്. എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കാം. ചോദ്യം: നിങ്ങളിൽ ആ ദർശനം ഇതുവരെ എത്തിയിട്ടുണ്ടോ? ആമേൻ. ഏറ്റവും വലിയ ദർശനം ഏതാ? ജോസഫ് കണ്ട ദർശനം. ആ ദർശനത്തിൻ്റെ പുറകെ തനിക്കുണ്ടായ മിഷൻ. ഒരുപാട് ദർശനങ്ങൾ ബൈബിളിൽ പറയാനുണ്ട്. ഗദയോൻ കണ്ട ദർശനം, ഒത്തിരി ദർശനം. എൻ്റെ ചോദ്യം: ഏറ്റവും വലിയ ദർശനം ഏതാ? എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ ഞാൻ കണ്ടുമുട്ടിയതാണ് ഏറ്റവും വലിയ ദർശനം. അതിലും വലിയ ദർശനമില്ല. ദർശനങ്ങൾ ഒത്തിരി ഉണ്ട്. കതിരും പതിരും വയലും സൂര്യനും ചന്ദ്രനും നക്ഷത്രവും എല്ലാം ദർശനങ്ങളാണ്. യെരൂശലേമിൻ്റെ മതിലും വാതിലും എല്ലാം ദർശനമാണ്. വിച്ച് ഈസ് ദ ഗ്രേറ്റ് വിഷൻ? ഏറ്റവും വലിയ ദർശനം ഏതാ? ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയതാ. അപ്പോൾ ആ ദർശനം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ഏതാ? ദൗത്യം ഏതാ? ഏറ്റവും വലിയ മിഷൻ ഏതാ? പ്രൊക്ലെയിം ദ ഗോസ്പൽ, സുവിശേഷം അറിയിക്കുക. അതിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമുക്ക് പുറപ്പെടാം. സഭ പുറപ്പെടണം. നമ്മൾ വെളിച്ചത്തിൽ തന്നെ ഇരിക്കാനല്ല, ഇരുട്ടിനകത്തേക്ക് പ്രകാശിപ്പിക്കാൻ ഇറങ്ങണം. പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. തീരുമാനമെടുത്തു. ഞാൻ ആരെയും മുൻപോട്ട് വിളിക്കുന്നില്ല, കൈ ഉയർത്തിക്കുന്നില്ല. നിങ്ങൾ തീരുമാനമെടുത്തു. ഇത് ഓൺലൈനിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവാണ് നിങ്ങളുടെ ദർശനം. നിങ്ങളുടെ ദൗത്യം ഗോസ്പലാണ്. മഹാപരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ വിശുദ്ധാരാധനയിൽ ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊടുത്തതിനാൽ സ്തോത്രം. വിഷൻ, മിഷൻ ആൻഡ് പാഷൻ, മറക്കാനാവാത്തൊരു ചലനം ഞങ്ങളുടെ അകത്ത് നൽകിയതിനാൽ സ്തോത്രം. ഞങ്ങളെ ഉത്സാഹിപ്പിച്ച് ഉദ്യമിപ്പിച്ച് ആ എരിവിലേക്ക് ഞങ്ങളെ നടത്തിയതിനാൽ സ്തോത്രം. അനുഗ്രഹിക്കണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ. ഒരു വലിയ ദൗത്യത്തിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ അപ്പാ. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.